പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എല്ലാവരും ഉറങ്ങി. അതുകൊണ്ട് ഓക്കെ, എനിക്കിപ്പോൾ പെട്ടെന്ന് ഇത് വായിക്കാൻ തോന്നി. ഞാൻ പണ്ട് എഴുതി വെച്ചൊരു കഥയാണ്. കുറേ കാലം കഴിഞ്ഞ് ഫയൽസ് ഇങ്ങനെ നോക്കി, ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ നോക്കി വന്നപ്പം ഒരു പണ്ടത്തെ കുറച്ച് വീഡിയോസൊക്കെ കിട്ടി. അതിൻ്റെ ഇടയ്ക്കുന്ന് കിട്ടിയൊരു ഫയലാണിത്. അപ്പം ഞാൻ ചോദിച്ചു എന്താ എഴുതി വച്ചേക്കുന്നത്, എന്താണ് ഈ PDF എന്ന് നോക്കിയപ്പോൾ ആണ് ഇത് കണ്ടത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇത് വായിക്കാം. മാഷിൻ്റെ മാലു എന്നാണ് കഥയുടെ പേര്. ഒന്നും പറയണ്ട. സത്യം പറഞ്ഞാൽ എന്താ എഴുതി വച്ചേക്കുന്നതെന്ന് തന്നെ മറന്നുപോയായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉള്ളത് തന്നെ ഞാൻ മറന്നുപോയായിരുന്നു. ഓക്കെ, മാഷിൻ്റെ മാലു. ഛേ, നാശം പിടിക്കാനായിട്ട്. ദേ മാഷേ, ഇതിനെ എൻ്റെ കൺവെർട്ടറിൽ നിന്ന് മാറ്റുണ്ടോ? എന്തിനാ മാലതി നീ ആ മിണ്ടാപ്രാണീനെ എങ്ങനെ ശകാരിക്കണത്? ഈ വയസ്സാം കാലത്ത് ഇതിനെ കൂടെ നോക്കാൻ എനിക്ക് വയ്യ. നിങ്ങളെ കിട്ടിയ കാലം തൊട്ട് നിങ്ങളോട് ഞാൻ പറയണതല്ലേ മാഷേ, ഇവറ്റകളെ എനിക്കിഷ്ടമല്ല എന്ന്. അതെങ്ങനെയാ? ഇക്കണ്ട കാലത്രയും ഞാൻ പറയണത് വല്ല ഇവിടെ ആരെങ്കിലും കേട്ടുണ്ടോ? മാലതിയമ്മ പിറുപിറുത്തുകൊണ്ട് അടുക്കള വശത്തേക്ക് പോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് ശാന്തനായ ദിവാകരൻ മാഷ് തൻ്റെ നായയെ ചേർത്ത് പിടിച്ചു. എൻ്റെ പാച്ചു, മാലതിക്ക് നമ്മൾ 2 പേരിലേ ഉള്ളൂ ശകാരിക്കാനും ഉപദേശിക്കാനും. 5 ആൺമക്കളാണ് മാഷിനും മാലതിയമ്മയ്ക്കും. 5 രാജ്യങ്ങളിലാണെന്ന് മാത്രം. തിരക്കാണ് എല്ലാവർക്കും. വിശേഷ ദിവസങ്ങളിലാണ് എല്ലാവരും ഒത്തുകൂടുന്നത്. കൊറോണ വന്നതോടെ ആ വരവും മുടങ്ങി. അതൊന്നും അവരെ ബാധിക്കുന്നുമില്ല. അക്ഷരം പറഞ്ഞു കൊടുത്തതും ആനപ്പുറത്തേറ്റിയതും ഒരുപാട് നടന്നിട്ടുണ്ട് രണ്ടാളും മക്കളുടെ പുറകെ. ഇങ്ങോട്ടുള്ള ഫോൺ വിളികളും കുറവാണ്. മാലതിയമ്മയ്ക്ക് ഈ സ്മാർട്ട് ഫോണൊന്നും വലിയ ധാരണയില്ല. മാഷ് എനിക്ക് ഒന്നിത് പഠിപ്പിച്ചു തന്നേ. എനിക്കെൻ്റെ പേരക്കുട്ടികളെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാമല്ലോ. അഖിലാണെങ്കിലും അടുത്തുണ്ടെന്ന് തോന്നുമല്ലോ. അത് മതി എനിക്ക്. പാച്ചുവിന് ഭക്ഷണം കൊടുക്കും മാലതി. നേരെ ഉച്ച കഴിഞ്ഞിരിക്കണു, എന്നിട്ടാവാം ഫോണിൽ കുത്തണത്. മാഷ് ചിരി അടക്കി പറഞ്ഞു. ബൗ എന്ന് പാച്ചു. മാലതിയമ്മ ഭക്ഷണം എടുക്കാൻ അകത്തേക്ക് പോയി. ഫോൺ അടിക്കണ്ടല്ലോ, ഒന്ന് തടുത്തേ മാഷേ, കുട്ടികളാവും ഈ നേരത്ത്. മാലതിയമ്മയ്ക്ക് തെറ്റിയില്ല. കുട്ടികൾ തന്നെയാണ് വിളിച്ചത്. പെട്ടെന്ന് എന്തോ പറഞ്ഞ് വെക്കലും കഴിഞ്ഞു. എന്താ മാഷേ, കുട്ടികളെന്താ പറഞ്ഞേ? ഒരനക്കവും കേൾക്കണില്ലല്ലോ. മാലതിയമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പോയി. മാലതി, ഇത് കേട്ടോളൂ, പരിഭ്രമിക്കാൻ ഒന്നുമില്ല. കുട്ടികൾ വരുണ്ടിക്കുറി. മാലതിയമ്മ ചിരിച്ചുകൊണ്ട് വന്നു. അല്ലേ, ഇത് നല്ല കൂത്ത്. എൻ്റെ മക്കൾ വരണേന് ഞാനെന്തിനാ പരിഭ്രമിക്കണേ മാഷേ? കണ്ണനും ജാനകിക്കും കൊടുക്കാൻ എത്ര മഞ്ചാടിക്കുരുവാണ് ഞാൻ കാത്തു വച്ചേക്കണേന്നറിയോ മാഷിക്ക്? സന്തോഷത്തിൽ പൊതിഞ്ഞ മാലതിയമ്മയുടെ മുഖം സൂര്യനേക്കാളും ശോഭയുള്ളതായി മാഷിക്ക് തോന്നി. സന്തോഷിക്കാൻ വരട്ടെ മാലതി, പതിവില്ലാത്ത ഗൗരവത്തിൽ മാഷ് പറഞ്ഞു. തറവാട് പൊളിച്ച് റിസോർട്ടാക്കാനാണ് മക്കളുടെ തീരുമാനം. അതറിയിക്കാനാണ് വിളിച്ചത്. വെളുപ്പിന് കണ്ട സ്വപ്നം ഫലിക്കുമെന്ന് എനിക്കിനി സംശയമില്ല മാഷേ, മാലതിയമ്മ നെടുവീർപ്പിട്ട് പറഞ്ഞു. എന്താ മാഷെ വേർക്കണത്? കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാം. മാലതിന്ന് വിളിച്ചുകൊണ്ട് ഒറ്റ വീഴാൻ അന്നലത്തേക്ക്. പാച്ചു ഉറക്കി കുരയ്ക്കാൻ തുടങ്ങി. ആശുപത്രിയിലേക്ക് എത്തിച്ചു മാഷിനെ. മക്കളെ വിളിച്ചു. ആർക്കും വരാൻ ഒഴിവില്ല. ആരെയും നിർബന്ധിക്കേണ്ട മാലതി. ചെറിയൊരു നെഞ്ചുവേദന, അതിന് നീ ഇത്രയും വെപ്രാളപ്പെട്ട് അസുഖം വരുത്തി വെക്കല്ലേ മാലു. കുട്ടികളൊക്കെ വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരല്ലേ, അവർക്ക് തിരക്ക് കാണും, കാര്യാക്കണ്ട. ആശുപത്രി കിടക്കിൽ കിടക്കുമ്പോഴും മാഷിൻ്റെ മാലു വിഷമിക്കരുതെന്ന് കരുതലുള്ളതുകൊണ്ട് തന്നെ മാഷ് വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി. അത് മാഷിക്ക് ശീലമുള്ള കാര്യമാണ്. പാച്ചുവിനെ ശ്രദ്ധിക്കാൻ മറക്കല്ലേ മാലതി. എനിക്കൊന്ന് ഉറങ്ങണം, നല്ല ക്ഷീണം തോന്നണ്ടേ. ഉറങ്ങിക്കോളൂ, മാഷിൻ്റെ തലയിൽ തലോടി മാലതിയമ്മ പറഞ്ഞു. നാളുകൾ കഴിഞ്ഞു. മക്കളെല്ലാം രണ്ടും കൽപ്പിച്ച് നാട്ടിലെത്തി. അമ്മയ്ക്ക് വൃദ്ധസദനത്തിൽ നിൽക്കാൻ ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ അല്ലേ? അവിടെ ആവുമ്പോൾ അമ്മയുടെ പ്രായക്കാരി കൂട്ടിനും ഉണ്ടാവും. പാച്ചു ഒന്ന് കുരച്ചു. കണ്ണുകൾ കലങ്ങി മാലതിയമ്മ ഒരു നിൽപ്പായിരുന്നു. അന്ന് ക്ഷീണിച്ചുറങ്ങിയ മാഷും പിന്നെ എണീറ്റില്ല. മരിക്കണേന് തൊട്ടു മുൻപും പാച്ചുവിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത്. മാലതിയമ്മ ഒന്ന് കിതച്ചു. ഞാൻ ഉള്ളിടത്ത് ഇനി പാച്ചുവും കൂടിയേ തീരൂ.
പാച്ചുവിനെ കൂടെ ഞാൻ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ മക്കളെ. മാഷിന് അതാ ഇഷ്ടം. മാലതിയമ്മയും പാച്ചുവും പടിയിറങ്ങി. ചിലപ്പോഴെങ്കിലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവരാണ് നമ്മുടെ ഒപ്പം ഉണ്ടാവുക. ചിലർ മനുഷ്യരുടെ രൂപത്തിൽ, അല്ലെങ്കിൽ പാച്ചുവിനെ പോലെയുമാവാം. ഇത് വെരി ഷോർട്ട്. എന്താ പറയുക, എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളെയും കൂടെ അറിയിച്ചു എന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.